Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഇനി നമുക്ക് നേരെ ഇതിന്റെ റിവേഴ്സ് നോക്കി നോക്കാം. അതായത് ഹെക്സാ ഡെസിമൽ വാല്യൂനെ എങ്ങനെ ഡെസിമൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ഹെക്സാ ഡെസിമൽ വാല്യൂ എഴുതാം. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത് തന്നെ എഴുതാം 9a 9a ഇതാണ് ഹെക്സാ ഡെസിമൽ വാല്യൂ. 9a നമ്മൾ ഡെസിമൽ വാല്യൂക്ക് കൺവേർട്ട് ചെയ്യണം. 9a ഹെക്സാ ഡെസിമൽ വാല്യൂക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് വാല്യൂവിനെയാണ്? എ എന്ന് പറയുന്നത് 10നെയാണ്, ബി പറയുന്നത് 11, അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് പോകും. അപ്പൊ നമ്മൾ ഈ 9a എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ബേസ് വാല്യൂ വെച്ചിട്ട്. അതായത് ഈ എ എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ എയുടെ അവിടെ 10 ഇട്ട് കൊടുക്കുക. 10 ഇൻറ്റു ഈ ഹെക്സാ ഡെസിമലിന്റെ ബേസ് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ 16 ഇട്ട് കൊടുക്കുക. ഇനി അതിന്റെ പവർ പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും കൂടി വരും. ഇവിടെ യൂസ് ചെയ്യേണ്ട പവർ 0 ആണ്. 10 ഇൻറ്റു 60 ടു ദി പവർ 0 പ്ലസ് അടുത്ത വാല്യൂ എത്രയാണ്? അടുത്ത വാല്യൂ പറഞ്ഞാൽ 9 ആണ്. 9 ഇൻറ്റു 16 ടു ദി പവർ അവിടുത്തെ പവറിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ 10 ഇൻറ്റു 16 ടു പവർ 0 പറഞ്ഞാൽ 10 പ്ലസ് 9 ഇൻറ്റു 16 പറഞ്ഞാൽ 144. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 154. അപ്പോൾ 9a16 ഈ ഒരു ഹെക്സാ ഡെസിമലിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ പറഞ്ഞാൽ 154 ആണ്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ നേരത്തെ ചെയ്ത തന്നെ 1d8. ഈ ഒരു ഹെക്സാ ഡെസിമലിനെ നമുക്ക് ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 1d8നെ നമുക്ക് വീണ്ടും d പറഞ്ഞാൽ എത്രയാണ്? b പറഞ്ഞാൽ 11, c പറഞ്ഞാൽ 12, d പറഞ്ഞാൽ 13 ആണ്. അപ്പൊ നമുക്ക് 1d8നെ നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1 ഡിയുടെ അവിടെ 10 ഇട്ട് കൊടുക്കുക. 10 പിന്നത്തെ സംഖ്യ എത്ര? 8. ഇനി പവർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും കൂടി വരും. 0 1 2. നമുക്കിതിനെ പ്ലേസ് ഹോൾഡറിന്റെ വാല്യൂ അനുസരിച്ച് ചെയ്താൽ പറ്റും. അതായത് നമുക്ക് ഡെസിമൽ ഹെക്സാ ഡെസിമലിന്റെ ഓരോ പ്ലേസിലുള്ള വാല്യൂ നമുക്ക് 16ന്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റും, നേരത്തെ എഴുതിയ പോലെ. അതേപോലെ ആദ്യത്തെ ഡിജിറ്റ് 8 എടുക്കുക, 8. ഇനി 16 എടുക്കുക. ഇനി അവിടുത്തെ പവറിന്റെ വാല്യൂ 0 ആണ്. 18 ഇൻറ്റു 60 ടു ദി പവർ 0. അടുത്ത വാല്യൂ എടുക്കുക 10 പറഞ്ഞാൽ ഡി ആയിരുന്നു. 10 അല്ല, സോറി, 13 ആണ് വരിക. ഡി പറഞ്ഞാൽ 13 ആണ് വരിക. 13 ഇൻറ്റു 16 ടു ദി പവർ 1. 13 ഇൻറ്റു 60 ടു ദി പവർ 1. അടുത്ത വാല്യൂ എന്താ വരിക? അടുത്ത വാല്യൂ 1. 1 ഇൻറ്റു 16 ടു ദി പവർ അവിടുത്തെ പവറിന്റെ വാല്യൂ എത്ര വരിക? 2 ആണ് വരിക. ഇത് 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 ഇൻറ്റു 16 പകുതി 0, അപ്പോൾ 8. 13 ഇൻറ്റു 16 പറഞ്ഞാൽ എത്ര കിട്ടുക? 16 ഇൻറ്റു 13, 3 ഇൻറ്റു 6 8. 8 ബാക്കി 1 3 1 4 16 208 208. then 1 into 16 to this 16 square പറഞ്ഞാൽ 256. ഇത് 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 8 പ്ലസ് 208 256 464 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 472 കിട്ടും. അപ്പോൾ 1d816ന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ, ഹെക്സാ ഡെസിമൽ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 472 ആയിരിക്കും.